അടുത്ത എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഈ വോൾട്ട്മീറ്ററാണ് കാലിബ്രേഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ വോൾട്ട്മീറ്റർ കാലിബ്രേഷൻ ചെയ്യണമെങ്കിൽ കാലിബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ഈ 0.2, 0.4, 0.6, 0.8, 1 ഉണ്ടല്ലോ, ഈ വോൾട്ടേജുകൾ റീഡിങ് കറക്റ്റ് ആണോ അതോ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യണ മെത്തേഡ് സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ. സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 10 മീറ്റർ നീളമുള്ള ഈ റെസിസ്റ്റൻസ് വയറാണുള്ളത്. അപ്പോൾ ഇതിന് അക്രോസ് ഒരു ഓംസ് ഉണ്ട്, ഇങ്ങനെ കയറിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഓം ഇങ്ങനെ കൂടി ഇങ്ങനെ പോകും. അപ്പം അങ്ങനെ കൂടി പോയിട്ട് അതങ്ങനെ 10 മീറ്റർ ഉണ്ട്. ആദ്യം ഈ അറ്റത്തു നിന്ന് പോയിട്ട് പിന്നെ ഇവിടെ നിന്നാണ് തിരിഞ്ഞിങ്ങോട്ട് വരുന്നത്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അത് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ സ്കെയിലുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്കെയിൽ നോക്കണം. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ 0 ഇവിടെ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സ്കെയിലിന് കറസ്പോണ്ടിങ് നോക്കണം, 35 സെൻറ്റിമീറ്റർ. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നോക്കണം, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 83. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഈ അടിയത്തെ സ്കെയിലാണ് നോക്കേണ്ടത്. ഇത് 100, ഇവിടെ എത്തിയപ്പോൾ 100 എത്തിക്കഴിയുമ്പോൾ 101, 102, 103, 104 അങ്ങനെ പോകും. അപ്പോൾ ഇവിടേക്ക് ഇവിടെ 100, പിന്നെ ഇവിടെ 101 തൊട്ടിട്ട് അങ്ങോട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ 200, പിന്നെ ഇവിടെ എത്തുമ്പോൾ 300, പിന്നെ 301 അങ്ങനെയായിട്ട് പോകും. ആ എൻ്റെ എത്തുമ്പോൾ 400, പിന്നെ അവിടെ ആ എൻ്റെ പിന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോൾ 500, അങ്ങനെ പോയിട്ട് നമുക്ക് ഇവിടെ എത്തുമ്പോൾ 900. ഈ ലാസ്റ്റിലേക്ക് തിരിച്ചെത്തുമ്പോൾ 1000, അതായത് 1000 10 മീറ്റർ, 1000 സെൻറ്റിമീറ്റർ, 10 മീറ്ററാണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് എങ്ങനെ കാലിബ്രേഷൻ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് 2 സർക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ 2 സർക്യൂട്ടിൽ ഒന്നാമത്തെ സർക്യൂട്ടിൽ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യണം. ഈ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്നതാണ് 1000 സെൻറ്റിമീറ്ററിൻ്റെ നമ്മുടെ സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ, 0ഉം 1000ഉം. അപ്പോൾ അതിൻ്റെ 0 എന്ന് പറഞ്ഞ എൻഡിൽ നമ്മളൊരു വേരിയബിൾ പവർ സപ്ലൈ ആക്കാൻ വേണ്ടി ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ട് 3 വോൾട്ടേജ് പവർ സപ്ലൈന് വേരി ചെയ്യിക്കാം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് നമുക്ക് ലാസ്റ്റ് വേണ്ടി വരുന്നത് 1 വോൾട്ടേജ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ക്രോസ് ഒരു 1 വോൾട്ടേജിനേക്കാളും കൂടുതൽ നമുക്കിവിടെ കിട്ടണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിവിടെ ഒരു 3 വോൾട്ടേജ് വെച്ചിട്ട് ഏകദേശം 1 വോൾട്ടേജിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോടെ വയ്ക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഗാൽവനോമീറ്ററും ഒരു ഡാനിയൽ സെല്ലും ഉണ്ട്. ഈ ഡാനിയൽ സെല്ല് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാനിയൽ സെല്ല് ഒരു സ്റ്റാൻഡേർഡ് സെല്ലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡാനിയൽ സെല്ലിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, 1.08 വോൾട്ടേജിൻ്റെ. അപ്പോൾ ഇത് 1.08 വോൾട്ടേജ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള വാല്യൂ നമ്മളിപ്പോൾ ഈ 2 എൻഡിലായിട്ടാണ് നമ്മൾ മാക്സിമം 1നേക്കാളും കൂടുതൽ കിട്ടണം. കാരണം നമുക്കിവിടെ 1 ആണല്ലോ ഉള്ളത്, 1നേക്കാളും കൂടുതൽ ഇവിടെ കിട്ടണം. അപ്പോൾ തീരെ ചെറുതാവാനും പാടില്ല. അപ്പോൾ ഈ ഡാനിയൽ സെല്ല് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഈ മാക്സിമത്തിന് അടുത്ത് എവിടെയെങ്കിലും, അതായത് ആദ്യത്തെ ലൈനുകളിലൊന്നും ബാലൻസ് ചെയ്യിപ്പിക്കരുത്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അവസാനത്തെ 3 ലൈനിലൊക്കെ നമ്മൾ ബാലൻസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഒരു 1 വോൾട്ടേജ് കിട്ടും. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒരു 1.2 അത്രയ്ക്കും വോൾട്ടേജ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 1.2 വോൾട്ടേജ് വരെയൊക്കെ നമുക്കതിനെ ചെയ്യാം. ഇനി നമുക്ക് ഇതൊരു 3 വോൾട്ടേജിൻ്റെയാണ് വേണ്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ, 3 വോൾട്ടേജിൻ്റെ വോൾട്ട്മീറ്ററാണ് വേണ്ടിയിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ 1.08 ബാലൻസ് ചെയ്യിപ്പിക്കേണ്ടത് ഇവിടേക്ക് ആയിരിക്കണം. എന്നാലും നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും 2ഉം ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 3ഉം കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 3 കിട്ടണമെങ്കിൽ 3 വോൾട്ടേജിനും കൂടുതലുള്ളൊരു വാല്യൂ നമ്മളിവിടെ കൊടുക്കണം. നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. 1.5, 3, 4.5 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇതിനെ ഫിക്സഡിനെ വേരിയബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ഉപയോഗിക്കുന്നത്, റിയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇതിലുള്ള വാല്യൂ നമ്മൾ ഈ സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഏത് പോയിന്റിലാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത് അത്രയും ഭാഗം നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും 1.08 വോൾട്ടേജ്. ഒരു 600 സെൻറ്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ 600-ലായിരിക്കും അതിൻ്റെ 1.08 കിട്ടുക. അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുള്ള വോൾട്ടേജ് മുകളിലേക്കും താഴത്തേക്കും ഉണ്ടായിരിക്കും. ഇങ്ങോട്ട് കൂടുതലും ഇങ്ങോട്ട് അതിനുള്ള കുറവും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിനി ഇത് ചെയ്യാൻ പോകണം. ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ടതാണ് കാലിബ്രേഷൻ ചെയ്യണം. ഈ 2 സാധനങ്ങളെടുത്ത് മാറ്റിയിട്ട് നേരെ വോൾട്ട്മീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള വോൾട്ടേജ് ഈ വോൾട്ട്മീറ്ററിലേക്ക് വരും, നമുക്ക് റീഡിംഗ് ആയിട്ട് കിട്ടും. ഇനി അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കണക്ഷൻ കാണിച്ചു തരാം. കണക്ഷൻ കാണിക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഇത് വേണ്ട, ആദ്യം ചെയ്യാൻ പോണത് ഈ 3 വോൾട്ടേജിൻ്റെ നെഗറ്റീവ്, 3 വോൾട്ടേജ് നെഗറ്റീവ് എടുത്തിട്ട് 0ലേക്ക് കൊടുക്കണം. അതേപോലെ തന്നെ ഡാനിയൽ സെല്ലിന് നെഗറ്റീവ് എടുത്തിട്ടും 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പോകണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യാൻ പോണത്. ഇതിൻ്റെ ബ്ലാക്ക് വയർ, ഇത് 2 വയറുണ്ട്. ബ്ലാക്ക് വയർ നെഗറ്റീവും
ഈ വയർ പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് വയർ എടുത്തിട്ടാണ് നമ്മൾ സീറോയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഡാനിയൽ സെല്ലിനും അതേപോലെ തന്നെ 2 ടെർമിനലുണ്ട്. ഒരെണ്ണം റെഡ് ഉണ്ട്, ഒരെണ്ണം ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ബ്ലാക്കാണ് 0 വോൾട്ടേജിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കും ഒരേ പോയിന്റിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെയും പിന്നെ നമ്മുടെ വേരിയബിൾ ആയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടിൻ്റെയും വർക്കിംഗ് സപ്ലൈ അതിൻ്റെയും നെഗറ്റീവുകൾ അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ പോയിന്റുകൾ സീറോയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത്, അപ്പോൾ ഈ കണക്ഷനും കഴിഞ്ഞു, ഈ കണക്ഷൻ കഴിഞ്ഞു. പിന്നെ വേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് 3 വോൾട്ടേജിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് റിയോസ്റ്റാറ്റിൻ്റെ ഒരു എൻഡിലേക്കും പിന്നെ ഒരു വേരിയബിൾ എൻഡിലേക്കാണ് കൊണ്ടത്. അപ്പോൾ റിയോസ്റ്റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 3 കണക്ഷൻസാണ് റിയോസ്റ്റാറ്റിന്. ഈ റിയോസ്റ്റാറ്റിന് 3 കണക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേരി ചെയ്യാവുന്ന കണക്ഷനാണ്. ഈ കാണുന്നത് വേരി ചെയ്യാവുന്നതാണ്. വേരി ചെയ്യാന്ന് വെച്ചാൽ ഈ വയറിങ്ങനെ ചുറ്റി വെച്ചിട്ട് ഒരു എൻഡ് ഈ അറ്റത്തും രണ്ടാമത്തെ എൻഡ് ഈ അറ്റത്തുമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഓംസ് എന്ന് പറയുന്നത് 200 ഓംസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ പകുതിക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കറണ്ട് കയറി വട്ടം ചുറ്റി പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ കയറി ഇതിലൂടെ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ആ 100 ഓംസ് നമുക്കിതിൽ കിട്ടും. അപ്പോൾ നമ്മളിതിനെ വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് കിട്ടുന്ന റെസിസ്റ്റൻസ് മാറും. അപ്പോൾ ഈ റെസിസ്റ്റൻസിന് ഇവിടെ നമ്മളിപ്പോൾ ഒരു 3 വോൾട്ടേജാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ 1.5 വോൾട്ടേജ് ഇപ്പുറത്തും 1.5 വോൾട്ടേജ് ഇപ്പുറത്തായിരിക്കും. അപ്പോൾ ഈ 1.5 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഇപ്പുറത്തേക്ക് കിട്ടും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അടുത്ത അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ കണക്ഷൻസ് കൊടുക്കാം. ഓക്കെ, ഈ വർക്കിംഗ് പവർ സപ്ലൈയുടെ റെഡ് എടുത്തിട്ട് റിയോസ്റ്റാറ്റിൻ്റെ ഒരു എൻഡിലേക്ക് കൊടുത്തു. പിന്നെ ഈ വേരിയബിൾ എൻഡ് എടുത്തിട്ട് ഇനി പ്ലസിലേക്ക് കൊടുക്കണം. അത് തന്നെയാണ് അങ്ങനെ കാണിക്കുന്നത്. വേരിയബിൾ എൻഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ 1000 എന്നുള്ള സൈഡിലേക്ക് കൊടുക്കുന്നു. മറ്റേ എൻഡ് ഫിക്സഡ് ആയിട്ടുള്ള എൻഡ് 3 വോൾട്ടേജിൻ്റെ DC-യിലേക്ക് കൊടുക്കുന്നു, റെഡ് കളറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഈ വേരിയബിളായിട്ടുള്ള എൻഡ് ഇവിടെ നിന്നുള്ളത് ഈ വേരിയബിളായിട്ടുള്ള എൻഡ് 1000-ലേക്ക് കൊടുത്തു. ഇനി ബാക്കിയുള്ളത് ഈ ഡാനിയൽ സെല്ലിൻ്റെ ഈ സൈഡിൽ നിന്ന് നമ്മുടെ കയ്യിലൊരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഇതാണ് ഗാൽവനോമീറ്റർ. ഇതിൻ്റെ ഡിഫ്ലക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ബാലൻസ് ആയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് ഗാൽവനോമീറ്ററിലേക്ക് കൊടുക്കണം. കണ്ട ഇതിൻ്റെ ഈ പോസിറ്റീവ് ഡാനിയൽ സെല്ല് 1.08ൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് ഗാൽവനോമീറ്റർ നെഗറ്റീവിലേക്ക്. ഇതാണ് 0 അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്ന സൈഡ്. ഇപ്പോൾ നെഗറ്റീവ് എല്ലാം ഒരു സൈഡിലേക്കാണ് നോക്കിയിരിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു, ഗാൽവനോമീറ്റർ നെഗറ്റീവും ഈ 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് നോക്കിയിരിക്കുന്നത്. പോസിറ്റീവ് രണ്ടും ഈ പോസിറ്റീവ് ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്. ഈ പോസിറ്റീവിൻ്റെ സൈഡിലേക്ക് ഈ പോസിറ്റീവും ഇങ്ങോട്ട് ഈ സൈഡിലേക്കാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഗാൽവനോമീറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് ഗാൽവനോമീറ്റർ നെഗറ്റീവിലേക്ക്. ഈ ഗാൽവനോമീറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്ന് നമ്മുടെ സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഇതിനെ പറയുന്നത് ജോക്കി എന്നാണ് പറയുക. ഇതാണ് നമ്മളിതിലേക്ക് വെച്ച് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ളത്. അതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗാൽവനോമീറ്ററിൻ്റെ പോസിറ്റീവിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കണം. അതായത് ഗാൽവനോമീറ്ററിൻ്റെ പോസിറ്റീവിൻ്റെ സൈഡ് ഇതെടുത്തിട്ട് ഇത് നമ്മൾ സ്ലൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഡാനിയൽ സെല്ലിൻ്റെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പവർ സപ്ലൈയുടെ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓണാക്കുന്നു രണ്ടും ഓണാക്കുന്നു. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഇവിടെ വന്ന് നിൽക്കും. ഇനി ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ വേരി ചെയ്യിച്ചിട്ട് ഈ 1 വോൾട്ടേജ് നമ്മൾ ബാലൻസ് ചെയ്യിക്കണം. 1.08 വോൾട്ടേജ് ബാലൻസ് ചെയ്യിക്കണം. ബാലൻസ് ചെയ്യിക്കണമെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കുത്തി നോക്കുക. എവിടെയെങ്കിലും കുത്തി നോക്കുമ്പോൾ കണ്ട ഇതൊരു സൈഡിലേക്കാണ് പോകുന്നത് ഈ പോയിന്റ്. അപ്പോൾ നമ്മൾ മാറി വേറെ പോയിന്റിൽ കുത്തി നോക്കുക. ഭയങ്കര ഡിഫറൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഈ 600 പിടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 600-ൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിലുള്ള പോലെ തന്നെ വേണമെങ്കിൽ വയ്ക്കാം. ബാലൻസിങ് ലെങ്ത്ത് ഓക്കെ, ബാലൻസിങ് ലെങ്ത്ത് നമ്മളിപ്പോൾ ഒരു 600-ൻ്റെ അടുത്ത് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആദ്യം ഇവിടെ 600-ൻ്റെ സ്ഥലത്ത് വയ്ക്കുക. അപ്പോൾ ആ സ്ഥലത്ത് വയ്ക്കുമ്പോൾ ഒരു എൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ സാധനം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ പുറകുള്ള റീഡിങ്ങിൽ ഇതിന് ബാലൻസ് 0 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ,
കുറവുള്ള പോയിന്റിലേക്ക് ഇപ്പോൾ 30-ൻ്റെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ കയ്യിൽ ഫോൺ പിടിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ അത് പറ്റാത്തത്. ഫോണ് ഇപ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അങ്ങോട്ട് പോകുമ്പോൾ ശക്തമായിട്ട് പോകണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറേ മതി. അപ്പോൾ ഈ ഏകദേശം ഒരു 800 എന്നുള്ള ലെങ്ത്തിൻ്റെ അടുത്ത് ബാലൻസ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 800-ൻ്റെ അടുത്ത് ഇങ്ങനെ ഈ സാധനം ഞെക്കി പിടിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വേഗത്തിൽ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ അടുത്ത് ഇപ്പോൾ നോക്കുമ്പോൾ ഈ 800-നേക്കാളും അടുത്തെത്തുന്നത് 800-ൽ നിന്ന് പിന്നെ അങ്ങോട്ട് കുറഞ്ഞ് പോകണേ ഈ പോയിന്റിലേക്ക്. അപ്പോൾ 800-നേക്കാളും കുറവുള്ളത് ഇവിടുന്ന് താഴത്തേക്ക് വന്നാലും 800-നേക്കാളും കൂടുക. അപ്പോൾ ഇതിനേക്കാളും മുകളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് 800-നേക്കാളും ഇതിന് കുറവ്. അപ്പോൾ 700 സംതിങ് ആണ്. അപ്പോൾ ഇത് എത്രയാണെന്ന് നോക്കാം. 793 794 എത്തുമ്പോഴാണ് നമുക്ക് 0 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വോൾട്ടേജ് ആയിരിക്കും 1 വോൾട്ടേജിൻ്റെ ആയിരിക്കുക. ഈ ഇത്രയും ഭാഗത്ത് ഈ കാണുന്ന ഭാഗത്തായിരിക്കും 1 വോൾട്ടേജ് നമുക്ക് ഉണ്ടായിരിക്കുക. ഈ 1.08 വോൾട്ടേജ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ബാക്കി ഇതിനിടയിലുള്ള പോയിന്റുകളിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെറിയ വാല്യൂസ് നമുക്ക് കിട്ടും. ഇനി അത് അറിയാൻ വേണ്ടിയിട്ട് ഇനി അത് കണക്ഷൻ കൊടുക്കണം. ഇതെടുത്തിട്ട് കണക്ഷൻ കൊടുക്കണം വോൾട്ട്മീറ്റർ. അപ്പോൾ ഇതിനെ ഓഫ് ചെയ്ത് വെക്കുന്നു. ഇനി ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഈ സർക്യൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ ഇതിലിപ്പോൾ കിട്ടിയ റീഡിങ് ഇതിൽ ബാലൻസിങ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ബാലൻസിങ് ലെങ്ത് എഴുതിയില്ല. അപ്പോൾ 793 സെൻറ്റിമീറ്ററാണ്. 793 സെൻറ്റിമീറ്റർ ആയിരുന്നപ്പോഴാണ് നമുക്ക് ബാലൻസിങ് ലെങ്ത് കിട്ടിയത്. ഇതിനെ ക്യാപിറ്റൽ എൽ ആണ് പറയുക. ഇതാണ് ക്യാപിറ്റൽ എൽ ബാലൻസിങ് ലെങ്ത്. നമുക്ക് ഈ ക്യാപിറ്റൽ എല്ലോട് ഉപയോഗിക്കേണ്ടി വരും, സ്മോൾ എൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ക്യാപിറ്റൽ എല്ലാണ് 793 എന്ന് പറയുന്നത്. ഇനി ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 സെൻറ്റിമീറ്ററിന് എത്രയുണ്ടെന്ന് പറഞ്ഞാൽ 793 1.08 വോൾട്ട് ആണല്ലോ മൊത്തം. അപ്പോൾ 793 സെൻറ്റിമീറ്ററിലാണ് 1.08 ഇരിക്കുന്നത്. അപ്പോൾ ഒരു സെൻറ്റിമീറ്ററിൽ എത്ര എന്നുള്ളത് ഇതിൽ നമുക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് ഇത് മാറ്റും. ഈ 2 സർക്യൂട്ട് എടുത്ത് മാറ്റിയിട്ട് ഇത് മാത്രം കണക്ഷൻ കൊടുക്കും. അത് കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 സർക്യൂട്ട് വേണ്ടല്ല. ഇതിൻ്റെ 2 എൻഡുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് പകരം ഈ ജോക്കി വരുന്ന പോയിന്റ് എടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കും. ജോക്കി ഊരി എടുത്തിട്ട് ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ഊരി എടുത്തിട്ട് ഈ വോൾട്ട്മീറ്ററിന് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനി നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ഊരി എടുത്തിട്ട് 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എടുത്തിട്ട് ഈ പോസിറ്റീവിൽ ഇതിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കും. ഓക്കെ. 0 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിട്ട് ഈ നെഗറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്വിച്ച് ഓൺ ആക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് ഡാനിയൽ സെല്ലിൻ്റെ ആവശ്യമില്ല. ഡാനിയൽ സെല്ല് അതൊക്കെ വെറുതെ ഇരിക്കുന്നതാണ്. നമുക്കത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് മാത്രമേ ഉള്ളൂ ഈ കണക്ഷൻ. ഇനി ഈ 1.08 തന്നെയുള്ളൂ നമുക്ക് നേരത്തെ കൊടുത്തിരുന്നത്. ഇത് 1 ആയതുകൊണ്ട് നമുക്ക് 1-ൻ്റെ പോയിന്റ് കറക്റ്റ് ആണെന്ന് നോക്കാം. 1 ഇവിടെ നമുക്ക് ഏകദേശം 793-ലായിരുന്നില്ല 1 കിട്ടി. കണ്ട 793-ൻ്റെ അടുത്ത് ഏകദേശം നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. കണ്ട. അപ്പോൾ ഇത് നേരത്തെ റീഡിംഗ് ഒന്നും മാറിയൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇടയിലുള്ള റീഡിങ്സ് നോക്കാം. ഇടയിലുള്ള റീഡിങ്സ് നോക്കണമെങ്കിൽ ഇപ്പോൾ 0.2 ആണ്. 0.2 ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ പോയിന്റിലേക്ക് ഒന്നാമത്തെ ലൈനിലാണ് ഇപ്പോൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ആയില്ലെങ്കിൽ രണ്ടാമത്തെ ലൈനിൽ നോക്കുമ്പോൾ ഇത്തിരി കൂടുതലുണ്ട്. ഇത്തിരി കൂടി കുറച്ച് രണ്ടാമത്തെ ലൈനിൽ തന്നെ കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു വാല്യൂ കിട്ടി. ഈ വാല്യൂ കിട്ടിയത് ഇപ്പോൾ കിട്ടിയത് 158 സെൻറ്റിമീറ്ററിലാണ് 0.2 കിട്ടിയത്. ഈ 158 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് 0.2 കിട്ടിയത്. അപ്പോൾ അത് കാൽക്കുലേഷൻ ചെയ്തു. 1.08/793, അതായത് 1.08 ക്യാപിറ്റൽ എൽ ഇൻറ്റു സ്മോൾ എല്ലാണ് ഈ കാണുന്നത്. അപ്പോൾ 0.21 എന്നുള്ളത് കിട്ടി. 0.2 0.21 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്ന എറർ. ആക്ച്വലി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് വാല്യൂ ഇതാണ്. 0.21 ആണ് കറക്റ്റ് വാല്യൂ. അപ്പോൾ 0.21 മൈനസ് നമുക്ക് വോൾട്ട്മീറ്ററിൽ കാണിച്ചത് 0.2 അല്ലേ. 0.2 0.01 ആണ് അതിൻ്റെ എറർ. അങ്ങനെയാണ് അതിൻ്റെ കണ്ടുപിടിക്കുക. ഈ 790-ൻ്റെയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കണ്ടുപിടിക്കാം. ബാക്കി എല്ലാ റീഡിങ്ങും ഇതുപോലെ തന്നെ ചെയ്ത് വയ്ക്കാം.